ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. ഒരു കരടിയുടെ കഥ, ചിട്ടയിലൂടെ സന്തോഷം. കേരളത്തിന്റെ ഉൾനാടൻ കാടുകളിൽ ഉയരമുള്ള വയനാടൻ മലകളുടെ തണലിൽ ജീവിച്ചിരുന്നു ചുരുളി, ഒരു ചെറിയ കുറുക്കൻ. ചുരുളിയുടെ ജീവിതം ഉത്സാഹത്തിന്റെ ഒരു കൊടുങ്കാറ്റായിരുന്നു. ഓരോ കാറ്റിന്റെ നിലാവിൽ സ്വപ്നം കണ്ടു, ഓരോ പുഴയുടെ ഒഴുക്കിൽ സാഹസം തേടി. പക്ഷേ അവന്റെ ഉത്സാഹം ചിട്ടയില്ലാതെ ചിതറിക്കിടന്നു. ഒരു പൂവിൽ നിന്നും മറ്റൊരു പൂവിലേക്ക് ചാടുമ്പോലെ അവൻ ജീവിച്ചു, ഒന്നും ശരിക്ക് പൂർത്തിയാക്കാതെ. ഒരു നഞ്ഞ പ്രഭാതത്തിൽ ചുരുളി ഒരു ഇളംപച്ച മാമ്പഴം കണ്ടു. വായ വെള്ളമൊഴുകി അവൻ അതിലേക്ക് ചാടി. പക്ഷേ പഴം പഴുക്കാതെ കട്ടിയായിരുന്നു. നിരാശയോടെ അവൻ അത് ഉപേക്ഷിച്ചു, മറ്റൊരു സാഹസത്തിലേക്ക് കുതിച്ചു. ദിവസങ്ങൾ കടന്നുപോയി. ചുരുളി ക്ഷീണിതനും വിശന്നും ആയി. അവന്റെ ഉത്സാഹം ദഹിച്ചു, സ്വപ്നങ്ങൾ മങ്ങി. ഒരു ആൾക്കൂട്ടിൽ അകപ്പെട്ടിരിക്കുന്നതായി അവൻ തോന്നി. എല്ലാ വഴികളും അടഞ്ഞുപോയെന്ന് തോന്നുമ്പോൾ ഒരു ശബ്ദം കേട്ടു. ചുരുളി, എന്താണ് കുഴപ്പം? മുത്തശ്ശി കുറുക്കൻ, ചുരുളിയുടെ ഉപദേഷ്ടാവും കൂട്ടുകാരിയും, ഒരു പഴയ ആൽമരത്തിന്റെ ചുവട്ടിൽ നിന്നു ചിരിച്ചു. മുത്തശ്ശി, എല്ലാം ഉപേക്ഷിക്കാനാണ് തോന്നുന്നത്. എനിക്ക് ഒന്നും ശരിക്ക് ചെയ്യാൻ കഴിയുന്നില്ല, ചുരുളി വിതുമ്പിച്ചു. മുത്തശ്ശി അവന്റെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു, ചുരുളി, സന്തോഷം ചിട്ടയിലൂടെ വരും. ഓരോ ദിവസവും ചെറിയ കടമകൾ ഏറ്റെടുക്കുക. ഒരു ഇല കടിക്കുക, ഭക്ഷണം തേടുക, കൂട്ടുകാരുമായി കളിക്കുക, ഇങ്ങനെ ചെറിയ ചിട്ടകൾ വലിയ ഭാരത്തെ താങ്ങും. ചുരുളി മുത്തശ്ശിയുടെ വാക്കുകൾ മനസ്സിലാക്കി. അവൻ ചെറിയ ചിട്ടകൾ വയ്ക്കാൻ തുടങ്ങി. രാവിലെ പഴം തിരയുക, ഉച്ചയ്ക്ക് കുഞ്ഞുങ്ങളോടൊപ്പം കളിക്കുക, സന്ധ്യയ്ക്ക് മുത്തശ്ശിയുടെ കഥകൾ കേൾക്കുക. ആദ്യം കഠിനമായിരുന്നു, പക്ഷേ അവൻ ക്ഷമിച്ചു. പതിയെ മാറ്റം തുടങ്ങി. ചുരുളി സമാധാനം കണ്ടു തുടങ്ങി. അവന്റെ ഉത്സാഹം കൂടുതൽ ശക്തമായി, നിറം പിടിച്ചു. അവൻ പഴം മാത്രമല്ല, കൂടുതൽ ഭക്ഷണം കണ്ടെത്തി, കളിഹരമായി. മുത്തശ്ശിയുടെ കഥകൾ ഹൃദയത്തെ തൊട്ടു. ഒരു ദിവസം ഒരു ശക്തമായ കാറ്റ് വീശി കാടത്തുള്ള മാവിൻ തോട്ടത്തിലെ കായകൾ ഇളക്കിമറിച്ചു. കകൾ പഴുക്കാത്തവയായിരുന്നു, പക്ഷേ ചിലയിടങ്ങളിൽ കാറ്റ് നിമിത്തം പഴുത്തു പൊട്ടിത്തുടങ്ങി. അവിടെ നിന്നും വിനോദക്കളിയുടെ ഗന്ധം വന്നു. ചുരുളിയുടെ സുഹൃത്തായ കുഞ്ഞു കുറുക്കൻ ഓടിവന്നു, കണ്ണുകളിൽ ആഗ്രഹം തിളച്ചു. ചുരുളി, നമുക്ക് പോയി ആ മാവിൻകായകൾ പറിച്ചെടുക്കാം. ബഹുരസമുണ്ടാകും, അവൻ കൊതിയോടെ പറഞ്ഞു. പഴുത്ത മാവിൻകായകളുടെ ആശയിൽ ചുരുളിയുടെ മനസ്സ് ഉലഞ്ഞു. പക്ഷേ അവൻ നിശ്ചയദാർഢ്യം കൈക്കൊണ്ടു. തന്റെ ചിട്ടകൾ ഓർത്തു. ഇന്നലെ ഞാൻ ധാരാളം കായകൾ ശേഖരിച്ചു. ഇന്ന് വിശ്രമിക്കാനും മുത്തശ്ശിയുടെ കഥകൾ കേൾക്കാനുമാണ് സമയം. നാളെ നമുക്ക് കൂടുതൽ മാവിൻകായകൾ കണ്ടെത്താം, അവൻ സുഹൃത്തിന് വിശദീകരിച്ചു. ചുരുളിയുടെ ഇപ്പോഴത്തെ ചിട്ടയോടും നിശ്ചയദാർഢ്യത്തോടും കൂട്ടുകാരൻ അത്ഭുതപ്പെട്ടു. താൻ ചിട്ട പാലിക്കണമെന്ന് തീരുമാനിച്ചു. ചുരുളിയോടൊപ്പം വിശ്രമിച്ചു. അന്നു രാത്രി മുത്തശ്ശിയുടെ കഥകൾ കേട്ടുകിടന്ന് ചുരുളി സമാധാനത്തോടെ ഉറങ്ങി. പിന്നീട് ചുരുളി തന്റെ ജീവിതം ചിട്ടോട്ടത്തിലാക്കി. ഓരോ ദിവസവും ചെറിയ കാര്യങ്ങൾ പൂർത്തിയാക്കി, സന്തോഷവും വിജയവും കണ്ടെത്തി. കാട്ടിലെ മറ്റു കുറുക്കന്മാർ അവന്റെ ദൃഢനിശ്ചയത്തെ അഭിനന്ദിച്ചു, നല്ല ചിട്ട പാലിക്കാൻ തുടങ്ങി. ഒരു കാക്ക കൊട്ടിപ്പറഞ്ഞു, ചുരുളി, നിന്റെ ജീവിതം ഉദാഹരണമാണ്. ഒരു കരടിയുടെ കണക്കെ ഹിമകൃഷ്ണനല്ല, പക്ഷേ ആത്മനിയന്ത്രണം കൊണ്ട് ഭാഗ്യം കണ്ടെത്തുന്ന കഥ. ചുരുളി ചിരിച്ചു. അവൻ ഇപ്പോഴും സാഹസങ്ങളെ സ്നേഹിച്ചു, പക്ഷേ ഇപ്പോൾ അവ ചിട്ടയുടെ താളത്തിൽ നൃത്തം ചെയ്തു. അവൻ മനസ്സിലാക്കി, ഒരു കരടിയല്ലെങ്കിലും ചിട്ടയുള്ള മനസ്സാലേ സന്തോഷത്തിന്റെ ഹണി കണ്ടെത്താൻ കഴിയൂ. കാലം കടന്നുപോയി. ചുരുളിയുടെ ചിട്ട വഴക്കം പോലെ പരിപിഷ്ടപ്പെട്ടു. അവൻ കാട്ടിലെ ഒരു മാതൃകയായി മാറി. പ്രായം ചെന്ന കുറുക്കന്മാർ അവന്റെ ഉപദേശം തേടി, കുഞ്ഞുങ്ങൾ കൗതുകത്തോടെ കാതോർത്തു. ഒരു ദിവസം വേനലിന്റെ കൊടും ചൂടിൽ ഭക്ഷണവും വെള്ളവും കിട്ടാതെ കാട് ദയനീയമായി. മിക്ക കുറുക്കന്മാരും നിരാശയിൽ വീണുപോയി. പക്ഷേ ചുരുളി ധൈര്യം വിട്ടില്ല. അവൻ മുൻകൂട്ട് തയ്യാറെടുത്ത വേനൽക്കാല കരുതൽ സ്ഥാനത്തേക്ക് കൂട്ടുകാരെ നയിച്ചു. അവിടെ മറഞ്ഞുകിടന്ന ചെറിയ പുഴയും കാട്ടുപഴങ്ങളുടെ കരുവേലയും അവർ കണ്ടെത്തി. ചുരുളിയുടെ നിശ്ചയദാർഢ്യം കണ്ട് മറ്റുള്ളവർക്കും പ്രതീക്ഷ തീർത്തു. കഠിനമായ വേനലിൽ പോലും അവർ പരസ്പരം സഹായിച്ചു, ചിട്ടയോടെ ഭക്ഷണം തേടി, ചുരുളിയുടെ കഥകൾ കേട്ട് ആശ പകർന്നു. വേനൽ കടന്നുപോയപ്പോൾ കാട് പുനർജനിക്കും പോലെ ആഘോഷിച്ചു. എല്ലാവരും ചുരുളിയെ ചേർത്ത് പിടിച്ചു. നീ ഞങ്ങളുടെ ഹീറോ, ചുരുളി. നിന്റെ ചിട്ട ഞങ്ങളുടെ ജീവരക്ഷയായി. അന്ന് ചുരുളി മനസ്സിലാക്കി, ചിട്ട വ്യക്തിഗത സന്തോഷം മാത്രമല്ല, കൂട്ടായ ക്ഷേമവും ഉറപ്പാക്കുന്നു. അവന്റെ ചെറിയ ചിട്ടകൾ കാടിനെ മുഴുവൻ രക്ഷിച്ചു. പിന്നീടും ചുരുളി കാട്ടിലെ ചിട്ടയുടെ പ്രവാചകനായി തുടർന്നു. അവൻ പറഞ്ഞു, ഒരു പൂവിലെ നിന്നും മറ്റൊരു പൂവിലേക്ക് ചാടരുത്.
മുന്നോട്ടു പോയാൽ മാത്രമേ ഹണി കണ്ടെത്തൂ. സ്വപ്നങ്ങൾ കാണുക, പക്ഷേ ചെറിയ ചിട്ടകൾ വഴികാട്ടിയാക്കുക. അങ്ങനെ ഒരു കുറുക്കന്റെ കഥ ഒരുകാടിന്റെ ഗീതമായി. ചിട്ടയിലൂടെ സന്തോഷം എന്ന രാഗം കാറ്റുപോലെ ഓരോ മരത്തിലും മുഴങ്ങി. ഞാൻ കഥ പറഞ്ഞ കാക്ക ഇത്രയും പറഞ്ഞു നിശബ്ദമായി. നിങ്ങൾ എന്റെ കൂട്ടുകാർ ഈ കഥയിൽ നിന്ന് ചിട്ടയുടെ പാഠം പഠിച്ചോ? നിങ്ങളുടെ ജീവിതത്തിലും ഈ രാഗം മുഴങ്ങിയാലും. ജയ് ഹിന്ദ്. നിങ്ങളുടെ സമയത്തിനും ശ്രദ്ധയ്ക്കും നന്ദി. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് പ്രചോദനമാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും വീഡിയോ ലൈക്ക് ചെയ്യാനും അഭിപ്രായമിടാനും പങ്കിടാനും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ഇതുപോലെയുള്ള മോട്ടിവേഷണൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ജയ് ഹിന്ദ്.